ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹാർട്ട് ഈസ്. ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണോ? ഓൾറെഡി ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാ അല്ലേ? ഓപ്ഷൻ എ ACTH, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഓപ്ഷൻ ബി പാരാത്തോർമോൺ. ഓപ്ഷൻ സി ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ, ദാറ്റ് ഈസ് ANF. ഓപ്ഷൻ ഡി ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുമ്പോഴത്തേന് അതേതാണ്? നമ്മുടെ ഈ പറയുന്ന വാസോപ്രസിൻ അല്ലേ? അപ്പൊ അതുകൂടെ ജസ്റ്റ് ഞാനൊന്ന് ബ്രാക്കറ്റിൽ കൊടുത്തേക്കാം. വാസോപ്രസിൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ADH. ഓക്കെ. അപ്പോൾ ഈ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ മക്കളെ? ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ, ദാറ്റ് ഈസ് ANF ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് ഈസ് നോട്ട് സെക്രീറ്റഡ് ബൈ ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്? താഴെ നൽകിയിരിക്കുന്ന ഹോർമോണുകളിൽ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യാത്ത ഹോർമോൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ PTH, ഓപ്ഷൻ ബി ANF, ഓപ്ഷൻ സി പ്രൊലാക്റ്റിൻ, ഓപ്ഷൻ ഡി അഡ്രിനാലിൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ANF എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ആരാടാ? ഹാർട്ടാണ്. ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണോ? ആക്ച്വലി അല്ല. ഹാർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല. അപ്പോൾ ബാക്കി PTH ആയിക്കോട്ടെ, പാരാതൈറോയ്ഡ് ഹോർമോൺ, പാരാതൈറോയ്ഡ് ഹോർമോൺ ആണെങ്കിൽ പാരാതൈറോയ്ഡാണ് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പ്രൊലാക്റ്റിനും അതോടൊപ്പം തന്നെ അഡ്രിനാലിനൊക്കെ അതുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡുകളാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ANF ഹാർട്ടിന്റെ ഏട്രിയോളാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഹാർട്ട് ഒരിക്കലും എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല. സോ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. CCK ആക്സോൺ. CCK എന്ന് പറഞ്ഞാൽ കോൾസിസ്റ്റോകൈനിൻ ആണ്. അപ്പോൾ ആ ഒരു ഹോർമോൺ എവിടെയാണ് അല്ലെങ്കിൽ ഏത് ഗ്ലാൻഡിലാണ് ആക്ട് ചെയ്യണത്? പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, ബോത്ത് A ആൻഡ് B, ഓപ്ഷൻ ഡി ലിവർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് ആൻസർ CCKക്ക് എവിടെയൊക്കെ ആക്ട് ചെയ്യാൻ പറ്റും? പാൻക്രിയാസിലും ഗോൾ ബ്ലാഡറിലും അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി സെലക്ട് ചെയ്യാം. ഓപ്ഷൻ സി എന്തായിരുന്നു? ബോത്ത് A ആൻഡ് B വരുന്നതല്ലേ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്സിറ്റോസിൻ ആൻഡ് ആൻഡ്രോജൻസ് ആർ റെസ്പെക്റ്റീവ്ലി. ഓക്സിറ്റോസിനും ആൻഡ്രോജൻസും എന്തുമായി താഴെ നൽകിയിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പെപ്റ്റൈഡ് ആൻഡ് സ്റ്റീറോയിഡ് ഹോർമോൺ, അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആൻഡ് പ്രോട്ടീൻ ഹോർമോൺ, സ്റ്റീറോയിഡ് ആൻഡ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഹോർമോൺ, പ്രോട്ടീൻ ആൻഡ് സ്റ്റീറോയിഡ് ഹോർമോൺ. അപ്പോൾ ഓക്സിറ്റോസിനും ആൻഡ്രോജനും ഏത് ടൈപ്പ് ഹോർമോൺ ആണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്സിറ്റോസിനും ആൻഡ്രോജനും നമുക്ക് പെപ്റ്റൈഡും സ്റ്റീറോയിഡ് ഹോർമോൺ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് അമിനോ ആസിഡ്? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് അമിനോ ആസിഡിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരിക? ടെസ്റ്റോസ്റ്റിറോൺ, എപ്പിനെഫ്രിൻ, ഇൻസുലിൻ, അതോടൊപ്പം തന്നെ പ്രൊജസ്റ്റിറോൺ. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്? മക്കളെ അത് എപ്പിനെഫ്രിൻ ആണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കണം. എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ പ്രോട്ടീൻ ഹോർമോൺ. താഴെ നൽകിയിരിക്കുന്നവയിൽ പ്രോട്ടീൻ ഹോർമോൺ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എ കോർട്ടിസോൾ, ഓപ്ഷൻ ബി തൈറോക്സിൻ, ഓപ്ഷൻ സി ഗ്ലൂക്കഗോൺ, ഓപ്ഷൻ ഡി പ്രൊജസ്റ്റിറോൺ. അപ്പം ഇവിടുത്തെ പ്രോട്ടീൻ ഹോർമോൺ ഏതാണ്? താഴെ നൽകിയിരിക്കുന്നതിൽ പ്രോട്ടീൻ ഹോർമോൺ, അത് മക്കളെ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ഗ്ലൂക്കഗോൺ ഇസ് ദ റൈറ്റ് ആൻസർ. പ്രോട്ടീൻ ഹോർമോൺ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളോട് റൈറ്റ് ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹോർമോൺ വിച്ച് ഇന്ററാക്ട് വിത്ത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്. അതായത് ഒരു ഹോർമോൺ ഒരു മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സെൽ മെംബ്രെയിൻ, ഡു നോട്ട് എൻറ്റർ ഇൻ ടു ദ ടാർഗറ്റ് സെൽ, ജനറേറ്റ് സെക്കൻഡറി മെസ്സഞ്ചേഴ്സ്, ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററുമായിട്ട് ഒരു ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സെൽ മെംബ്രെയിൻ അല്ലേ? അപ്പോൾ അവരെന്താണ് സെൽ മെംബ്രെയിനിലേക്ക് അവർ എൻ്റർ ചെയ്യുമോ? അത് ശരിയാണോ? തെറ്റല്ലേ ആദ്യം പറഞ്ഞേക്കുന്നത്? അടുത്തത്. ഡു നോട്ട് എൻ്റർ ഇൻ ടു ദ ടാർഗറ്റ് സെല്ലിന് അകത്തേക്ക് കയറുമോ ഇവർ? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ അതുകൊണ്ട് ടാർഗറ്റ് സെല്ലിന് അകത്ത് കയറുമോ? ഇല്ല. അപ്പോൾ അത് ശരിയാണ്. ജനറേറ്റ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. അപ്പോൾ ഈ പറയുന്ന മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററായിട്ട് ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ഉണ്ടാവും. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ കമ്പൈൻസ് വിത്ത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ആൻഡ് ഓൾട്ടേഴ്സ് ദ ഫങ്ഷനിങ് ഓഫ് ജീനോം? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് ജീനോമിന്റെ ഫങ്ഷനെ മാറ്റം വരുത്തുന്നത്? ഓപ്ഷൻസ് ഉണ്ട്, ഈസ്ട്രോജൻ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഹോർമോൺ ആണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഈസ്ട്രോജൻ. അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഈ പറയുന്ന ഇൻട്രാസെല്ലുലർ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്ത് വെച്ച് ജീനോമിനെ മാറ്റാനുള്ള കഴിവുണ്ട് അല്ലേ? ജീനോമിന്റെ ഫംഗ്ഷന്, ജീനോമിനെ അല്ല, ജീനോമിന്റെ ഫംഗ്ഷനെ മാറ്റാനുള്ള കഴിവുണ്ട്, ഫംഗ്ഷനിങ്ങിനെ. അതുകൊണ്ട് നമുക്ക് കൊടുത്ത കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്ത് സെലക്ട് ചെയ്യാം മക്കളെ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹോർമോൺസ്. ഹോർമോൺസിനെയുമായി ബന്ധപ്പെടുത്തിയിട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. നോക്കാം. ദേ ആക്ട് ആസ് എൻസൈം ആൻഡ് കാറ്റലൈസ് മെറ്റബോളിക് റിയാക്ഷൻ. അവർ എൻസൈമുകളായിട്ട് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് മെറ്റബോളിക് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നു. അടുത്തത്, ദേ ആക്ട് ആസ് കെമിക്കൽ മെസ്സഞ്ചർ. അത് ശരിയല്ലേ? ഹോർമോണുകൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കെമിക്കൽ മെസ്സഞ്ചറുകളായിട്ട് ആക്ട് ചെയ്യുന്നു. ദേ ആർ മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ്. ഒരു മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഓൾ ഓഫ് ദീസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്? ആക്ച്വലി എന്താണ്? ദേ ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്തെടുക്കുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, cells are physiologically very active and the cellular functions need to be continuously regulated. അതായത് സാധാരണഗതിയിൽ സെൽസ് വളരെയധികം ആക്റ്റീവാണ്. അവരുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോൾ ചെയ്തേ പറ്റും. അപ്പോൾ ഇവരുടെ ആ ഒരു ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത് പൊതുവെ ആരാണ്? ന്യൂറൽ സിസ്റ്റം മാത്രമാണോ? ന്യൂറൽ സിസ്റ്റം ഹോർമോൺസും കൂടി ചേർന്നിട്ടാണോ? ഹോർമോൺസ് മാത്രമാണോ? എക്സ്ട്രാ സെല്ലുലാർ ജീൻസ് ആണോ? അപ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിവുള്ളത് ന്യൂറൽ സിസ്റ്റത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനും അല്ലേ? അതായത് ഹോർമോൺസിനും കൂടി ചേർന്നിട്ടില്ലേ? അപ്പോൾ നമുക്ക് ബി എടുക്കാം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ന്യൂറൽ സിസ്റ്റം ആൻഡ് ഹോർമോൺസ് എന്നുള്ളതായിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട്സ് ഫ്രം ഹൈപ്പോതൈറോയിഡിസം? അതായത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ക്രെറ്റിനിസം, ഓപ്ഷൻ ബി അഡിസൺസ് ഡിസീസ്, ഓപ്ഷൻ സി ഗ്രേവ്സ് ഡിസീസ്, ഓപ്ഷൻ ഡി ഡ്വാർഫിസം. അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൈപ്പോതൈറോയിഡിസവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന കണ്ടീഷൻ അല്ലേ? അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ? ക്രെറ്റനിസം ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ക്രെറ്റനിസം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് തൈറോയ്ഡ് ഹോർമോൺ, ഇൻഫൻസിലൊക്കെ തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നില്ലേ മക്കളെ? അതായത് ഹൈപ്പോതൈറോയിഡിസം ആണല്ലോ അവിടെ സംഭവിക്കുമ്പോൾ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഏത്? ക്രെറ്റനിസം. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്ത് സെലക്ട് ചെയ്യും. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, read the following statements carefully and select the correct statement. അതായത് താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമാർന്ന രീതിയിൽ വായിച്ചു നോക്കുക. എന്നിട്ട് കൃത്യമാർന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഒന്നാമത്തെ ഓപ്ഷൻ, ഗ്ലൂക്കഗോൺ ഇസ് എ പെപ്റ്റൈഡ് ഹോർമോൺ ആൻഡ് മെയിൻറ്റെയിൻസ് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? നോർമൽ ഗ്ലൂക്കോസ് ലെവലിനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ്സ് ഗ്ലൈക്കോജനസിസ് ആൻഡ് റെഡ്യൂസസ് ബ്ലഡ് ഷുഗർ ലെവൽ. ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗ്ലൈക്കോജൻ ഉണ്ടാവാനാണോ മക്കളെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുക? അല്ല, ഗ്ലൈക്കോജന്റെ സ്പ്ലിറ്റിങ്ങിനാണ് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഗ്ലൂക്കഗോൺ പ്രൊമോട്ട് സെല്ലുലാർ ഗ്ലൂക്കോസ് കൺസംഷൻ. ഗ്ലൂക്കഗോൺ എന്തിനു സഹായിക്കുന്നു? നമ്മുടെ സെല്ലിനകത്തുള്ള ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അത് ശരിയാണോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. അടുത്തത്, ഗ്ലൂക്കഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. അതായത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈസീമിക് ഹോർമോൺ. ഹൈപ്പർ ഗ്ലൈസീമിക് ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ആണല്ലോ. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ എയും ഡിയും ആണ് എനിക്ക് ശരിയായിട്ട് കിട്ടിയത്. അപ്പോൾ എയും ഡിയും. ഓപ്ഷൻ എ എന്താ? എ ബി ആർ കറക്റ്റ്. ഓപ്ഷൻ ബി, ബി സി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ സി, എ ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി, ബി ആൻഡ് ഡി ആർ കറക്റ്റ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എനിക്ക് കിട്ടിയത് എയും ഡിയും അല്ലേ? അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് എയും ഡിയും വരുന്ന ഏതാ? ഓപ്ഷൻ സി. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് മക്കളെ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ഗ്ലൂക്കോനിയോജനസിസ്, ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ് പ്രോസസ്സസ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ. ഇപ്പോൾ ഗ്ലൂക്കോനിയോജനസിസ്, ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ് എന്നീ പ്രോസസ്സുകളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഏത് ഹോർമോണാണ്?
ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, കാറ്റക്കോളമൈൻസ്, ഗൊണാഡോകോർട്ടിക്കോയിഡ്സ്. ഓക്കെ, അപ്പോൾ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഹോർമോണുകളാണ് ഈ തന്നിരിക്കുന്ന പ്രോസസ്സുകളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്? അതല്ലേ ചോദ്യം. അപ്പോൾ നോക്കുക, ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യാണ്? ഗ്ലൂക്കോസ് ഫോം ചെയ്യാണ്. ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അവിടെ ബ്രേക്ക് ചെയ്യാണ്. പ്രോട്ടിയോലൈസിസ് എന്ന് പറയുമ്പോഴത്തേന് പ്രോട്ടീൻ അവിടെ സ്പ്ലിറ്റ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന എല്ലാ പ്രോസസ്സും ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ആരാ? അവിടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്ത് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ADH ഓർ വാസോപ്രസിൻ ഈസ്, ADH എന്ന് പറഞ്ഞാൽ ആന്റി ഡയോറിറ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട്, അതായത് ADHുമായി ബന്ധപ്പെടുത്തിയിട്ട് താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ശരിയായിട്ടുള്ളത് എൻസൈം ദാറ്റ് ഹൈഡ്രോളൈസ് പെപ്റ്റൈഡ്സ്, പെപ്റ്റൈഡ്സിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നതാണോ ADH? അല്ല. അടുത്ത എന്താ? ഹോർമോൺ സെക്രീറ്റഡ് ബൈ പിറ്റ്യൂട്ടറി ദാറ്റ് പ്രൊമോട്ട്സ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അതായത് ADH എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അതെന്തിന് സഹായിക്കും? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിംഗ് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കും. ശരിയാണ്. ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട്സ് ഗ്ലൈക്കോജനോലൈസിസ്, അല്ലല്ലോ. എനർജി റിച്ച് കോമ്പൗണ്ട് കണക്റ്റഡ് വിത്ത് മസിൽ കോൺട്രാക്ഷൻ, അതുമല്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ മക്കളെ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യാനാണ് സഹായിക്കുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഇൻഡക്ഷൻ ഓഫ് ഓവുലേഷൻ ഇൻ ഹ്യൂമൻ ഫീമെയിൽ ഈസ് ദ ലാർജ് പ്ലാസ്മ സർജ്. അതായത് സംഭവത്തിലുള്ള ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഇൻഡക്ഷൻ ഓഫ് ഓവുലേഷൻ ഹ്യൂമൻ ഫീമെയിലിന്റെ കേസിൽ ഏതോ ഒരു ഹോർമോൺ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് വളരെ പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നത്? ഓവുലേഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ഹോർമോൺ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് ഓവുലേഷൻ സ്റ്റിമുലേറ്റഡ് ആയത്? അതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ LH, ദാറ്റ് ഇസ് എ ലൂട്ടൈസിംഗ് ഹോർമോൺ. രണ്ടാമത്തെ ഓപ്ഷൻ FSH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മൂന്നാമത്തെ ഓപ്ഷൻ പ്രൊജസ്റ്ററോൺ. നാലാമത്തെ ഓപ്ഷൻ എസ്ട്രാഡയൽ. നമുക്കറിയാവുന്ന കാര്യമാണ് ലൂട്ടൈസിംഗ് ഹോർമോൺ LH സർജ് നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഓവുലേഷൻ സംഭവിക്കുക, അല്ലേ? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ മക്കളെ? ഓപ്ഷൻ എ, LH. അടുത്ത ക്വസ്റ്റ്യൻ, കോർട്ടിസോൾ ഈസ് ഇൻവോൾവ്ഡ് ഇൻ. കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് എന്തിനു സഹായിക്കുന്നു? മെയിൻറ്റെയിനിങ് കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെഗുലേറ്റിംഗ് കിഡ്നി ഫങ്ഷൻസ്, RBC പ്രൊഡക്ഷൻ, ഓൾ ഓഫ് ദിസ്. കോർട്ടിസോൾ ഈ പറയുന്ന 3 ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്തത്, in males, luteinizing hormone stimulates the synthesis and secretion of hormones called. മെയിലിന്റെ കേസിൽ ലൂട്ടനൈസിംഗ് ഹോർമോൺ ഏതൊക്കെ ഹോർമോണിന്റെ സിന്തസിസിനും സെക്രീഷനുമാണ് കാരണമാകുന്നത്? ഓപ്ഷൻസ് ഉണ്ട്: സൊമാറ്റോട്രോപ്പിൻസ്, ആൻഡ്രോജൻസ്, പ്രൊജസ്റ്ററോൺ, ഓക്സിറ്റോസിൻ. അപ്പോൾ നിങ്ങൾക്കറിയാം സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ ആണ്. പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ഫീമെയിലുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി, ആൻഡ്രോജൻസ്, മെയിൽ ഹോർമോൺ അല്ലേ? അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ കണ്ടീഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഡ്യൂ ടു അൺട്രീറ്റഡ് കൺജനീറ്റൽ ഡെഫിഷ്യൻസി ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. വാട്ട് ഈസ് എക്സ്? അതായത് തൈറോയ്ഡ് ഹോർമോണിന് എന്താണ് പ്രശ്നം പറ്റുന്നതിന്റെ ഫലമായിട്ട് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് സംഭവിച്ചു, വളർച്ച മുരടിച്ചു. അങ്ങനെയാണ് ആ കണ്ടീഷന്റെ പേരെന്താണ്? ഓക്കെ, ക്രട്ടനിസം, എക്സോഫ്താൽമിക് ഗോയിറ്റർ, ഗ്രേവ്സ് ഡിസീസ്, ജൈജാൻഡിസം. അപ്പോൾ നമുക്കറിയാം തൈറോയ്ഡ് ഹോർമോണിന് പ്രോബ്ലം പറ്റിയതിന്റെ ഫലമായിട്ട് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് നടന്നാൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ക്രട്ടനിസം ആണ്, അല്ലേ? അൺട്രീറ്റഡ് ആയിട്ടുള്ള കൺജനീറ്റൽ, അതായത് കുഞ്ഞുങ്ങളെ ബാധിച്ച ഒരു കണ്ടീഷൻ കൂടിയാണല്ലോ ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഏതാണ് ആൻസർ? ക്രട്ടനിസം ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മേജർ റോൾ ഓഫ് തൈമസ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബീങ്സിൽ തൈമസ് ഗ്ലാൻഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻസിയേഷൻ ഓഫ് T ലിംഫോസൈറ്റ്സ്, ഡിഫറൻസിയേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ, പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ്, ബോത്ത് എ ആൻഡ് സി. തൈമസ് ഗ്ലാൻഡ് എന്തിനു സഹായിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T ലിംഫോസൈറ്റ് ഡിഫറൻസിയേഷന് സഹായിക്കും, അതുപോലെ ആന്റിബോഡിയുടെ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയും സിയും അത് സഹായിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഏതിനകത്തുണ്ടടാ? ഓപ്ഷൻ ഡിയിലില്ലേ? സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, പാരാതൈറോയ്ഡ് ഹോർമോൺ ഈസ് എ ഡാഷ് ഹോർമോൺ വിച്ച് ഡാഷ് കാൽഷ്യം ലെവൽസ് ഇൻ ദ ബ്ലഡ്. പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഹോർമോൺ എന്നാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പാരാതൈറോയ്ഡ് ഹോർമോൺ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അവരെന്താ ചെയ്യുന്നത്? കാൽസ്യത്തിന്റെ അളവിനെ കൂട്ടാൻ സഹായിക്കുവാണോ കുറയ്ക്കാൻ സഹായിക്കുവാണോ? കൂട്ടാൻ സഹായിക്കുമല്ലേ? അപ്പം നമ്മൾ എന്ത് എഴുതും? ഇൻക്രീസസ് എഴുതും. അപ്പോൾ
പെപ്റ്റൈഡ് ഇൻക്രീസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും റൈറ്റ് ആൻസർ. പെപ്റ്റൈഡ് ഇൻക്രീസസ് അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഒന്നാമത്തെ ഓപ്ഷൻ. ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് സ്റ്റീറോയിഡ് ഡിക്രീസസ്, ഐഡോതൈറോയിഡ് ഡിക്രീസസ്, സ്റ്റീറോയിഡ് ഇൻക്രീസസ് എന്നാണ്. ആക്ച്വലി പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അത് കാൽസ്യത്തിന്റെ അളവിന് എന്ത് ചെയ്യാണ്? കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻസുലിൻ ഈസ് എ ഹോർമോൺ സെക്രീറ്റഡ് ബൈ. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? അഡ്രീനൽ ഗ്ലാൻഡ് ആൻഡ് റെഗുലേറ്റ്സ് ഹാർട്ട് ബീറ്റ് ആണോ? അല്ലല്ലോ. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാസ് അല്ലേ? പാൻക്രിയാസിന്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. തൈറോയിഡ് ആൻഡ് റെഗുലേറ്റ്സ് ഗ്രോത്ത് തെറ്റാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആൻഡ് റെഗുലേറ്റ്സ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ശരിയാണ് അല്ലേ? ഇൻസുലിൻ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ പാർട്ടാണ്. പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ പോർഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആൻഡ് റെഗുലേറ്റ്സ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അടുത്ത ഓപ്ഷൻ എന്താ? പിറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്റ്സ് റീപ്രൊഡക്ഷൻ. തെറ്റല്ലേ? അപ്പോൾ ഇൻസുലിന് കൃത്യമായിട്ടുള്ള ആൻസർ ഏത് വരും? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആൻഡ് റെഗുലേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അത് ഏത് ഓപ്ഷനാണ് മക്കളെ? ഓപ്ഷൻ സി അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഗിവൻ റിലേഷൻഷിപ്പ്. താഴെ നൽകിയിരിക്കുന്ന ജോഡികൾ, പദജോഡികൾ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഡാഷ് ഇട്ടേക്കുന്ന അത് ഫില്ല് ചെയ്യാം. ഓക്കെ, ജോഡിക്കനുസരിച്ച് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് വേണം ചെയ്യാൻ. ആദ്യം തന്നിരിക്കുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. അതെന്തുമായി ബന്ധപ്പെട്ട? ഹൈപ്പോതലാമസുമായി ബന്ധപ്പെട്ട ഹോർമോൺ. റിലീസിംഗ് ഹോർമോൺ ഒക്കെ തരുന്ന ആരാ? ഹൈപ്പോതലാമസ് അല്ലേ? അടുത്ത ഏതാ? മെലാനോസൈറ്റിസ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ ആരുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് മെലാനോസൈറ്റിസ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിറ്റ്യൂട്ടറി എന്ന് വരണം. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. പിറ്റ്യൂട്ടറി, അഡ്രീനൽ, തൈമസ്, പീനിയൽ. നമ്മൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതാണ് ആൻസർ? പിറ്റ്യൂട്ടറി. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റ് വായിക്കുക, അതിനനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് 1 എന്താണെന്ന് നോക്കിക്കേ. ഗ്ലൂക്കോഗോൺ ഈസ് എ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് കാൽസ്യത്തിന് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. ഓക്കെ, ഗ്ലൂക്കോഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന് അളവിനെ കൂട്ടുന്ന ഹോർമോണാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്ലൂക്കോൺ റെഡ്യൂസസ് ദ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. അല്ലേ? അപ്പോൾ സെൽസ് ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്നത്, അത് യൂട്ടിലൈസ് ചെയ്യുന്നത് അവർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കും. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നുള്ളത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടിയ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബാക്കിയുള്ളത് വായിച്ചു നോക്ക്. സ്റ്റേറ്റ്മെന്റ് 1 is correct, 2 is incorrect. തെറ്റാണ്. 1 is incorrect, 2 is incorrect. കറക്റ്റ് തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണെന്ന് പറയുന്നത് തെറ്റ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്. A growing baby is suffering from mental retardation, low intelligence and abnormal skin. It is due to. അതായത് വളരെ നേരത്തെ കുഞ്ഞിൻ്റെ കേസ് പറയാണ്. കുഞ്ഞിന് മെന്റൽ റിട്ടാർഡേഷൻ, ലോ ഇൻ്റലിജൻസും അബ്നോർമൽ സ്കിന്നും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ്? അതിന് ഓപ്ഷൻസ് തന്നേക്കുന്നത് എന്താ? ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ, ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ നമുക്കറിയാം ഈ കുഞ്ഞിന് ഈ ഒരു പ്രോബ്ലം വരാനുള്ള കാരണം എന്തായിരിക്കും? തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറയുന്നത് കൊണ്ടല്ലേ. അപ്പം എന്ത് വരും ഇവിടെ മക്കളെ? ആൻസർ ഓപ്ഷൻ സി, ഹൈപ്പോ തൈറോയിഡിസം ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് കറക്റ്റ്ലി മാച്ചസ് എ ഹോർമോൺ വിത്ത് എ ഡിസീസ് റിസൾട്ടിങ് ഫ്രം ഇറ്റ്സ് ഡെഫിഷ്യൻസി? അതായത് താഴെ മാച്ചിങ് പെയർ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള മാച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഒരു ഡിസീസും അതുമായി ബന്ധപ്പെട്ട ഡെഫിഷ്യൻസിയും ആയിരിക്കും. ഒരു ഹോർമോണും തന്നിട്ടുണ്ട്. അത് ആ ഹോർമോൺ കുറയുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അസുഖവും തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. റിലാക്സിൻ അതാണ് ഹോർമോൺ. അതുമായി ബന്ധപ്പെട്ട് ജൈജാൻറ്റിസം അല്ല. ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെട്ട ജൈജാൻറ്റിസം വരും. അപ്പോൾ തെറ്റാ. പ്രൊലാക്റ്റിൻ മിൽക്കുമായി ബന്ധപ്പെട്ടല്ലേ? ക്രെക്റ്റനിസം തെറ്റാണ്. പാരാതൈറോയിഡ്, തൈറോയിഡ് എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ ഗ്ലാൻഡാണ്. ഡയബറ്റിസ് മെലിറ്റസ് തെറ്റാണ്. ADH ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ശരിയാ. ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അല്ലേ? അതുമായി ബന്ധപ്പെട്ട വരിക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്ത് വരും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ തന്നിട്ട് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യണം. നമുക്ക് ആദ്യം ഓരോന്നും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എ എന്ന് പറയുമ്പോൾ ആ കാണിച്ചിരിക്കുന്നതിൽ എ എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ഭാഗമല്ലേ? അപ്പോൾ നമുക്കത് പറയാൻ പറ്റും. പീനിയൽ ഗ്ലാൻഡാണ്. ആ ലോബ് പോലെയുള്ള ഭാഗമാണ് അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? പീനിയൽ ഗ്ലാൻഡ്.
ബി എന്ന് പറയുമ്പോൾ നല്ല ഈ ഒരു നെഞ്ചിൻ്റെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വരത്തില്ല, അപ്പോൾ അത് തൈമസ് ആണ് അല്ലേ. അടുത്ത സി പാൻക്രിയാസ് ആണ്. ഇനി ഡി കിഡ്നിയുടെ മുകളിൽ തൊപ്പി പോലെ കാണുന്ന ആരാ മക്കളെ? അഡ്രീനൽ ഗ്ലാൻഡ് അല്ലേ, അഡ്രീനൽ ഗ്ലാൻഡ്. അപ്പോൾ എ പീനിയൽ ഗ്ലാൻഡ്, ബി തൈമസ്, സി പാൻക്രിയാസ്, ഡി അഡ്രീനൽ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ സിന്തസൈസ്ഡ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ആന്റീരിയർ പിറ്റ്യൂട്ടറി, പാഴ്സ് ഇന്റർമീഡിയ, ഹൈപ്പോതലാമസ്. മക്കളെ ഇതിന്റെ ആൻസർ ഹൈപ്പോതലാമസ് ആണ്, ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താ? ഹൈപ്പോതലാമസ് ആണ് ആക്ച്വലി ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉണ്ടാക്കുന്നത്. എന്നാൽ അത് സെക്രീറ്റ് ചെയ്യുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതും എവിടെ വെച്ചിട്ടാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയാണ്. ഇവിടെ സിന്തസൈസ് ചെയ്യുന്ന എവിടെയാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എവിടെയാണെന്നല്ലേ ചോദിച്ചേക്കുന്നത് ഈ ഹോർമോണുകളുടെ. അതുകൊണ്ട് ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാ? ഹൈപ്പോതലാമസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ലീഡ്സ് ടു, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തതിന്റെ ഫലമായിട്ട് ഏത് കണ്ടീഷനാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ ഗോയിറ്റർ, ഓപ്ഷൻ ബി ക്രെറ്റനിസം, ഓപ്ഷൻ സി ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഓപ്ഷൻ ഡി ഡ്വാർഫിസം. തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതാവുന്നതിന്റെ ഫലമായിട്ട് അത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുക? നമുക്കറിയാം തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതാവുമ്പോൾ ആ കണ്ടീഷൻ നമ്മൾ വിളിച്ച പേരെന്താ? ഗോയിറ്റർ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഗോയിറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് വായിച്ച ശേഷം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അയൺ ഡെഫിഷ്യൻസി ഈസ് വെൽ നോൺ കോസ് ഓഫ് ക്രെറ്റനിസം ഡിസീസ് ഇൻ ഫീറ്റസ്. അതായത് ഫീറ്റസ് കുഞ്ഞുങ്ങൾ ഗർഭസ്ഥ ശിശുക്കളിൽ എന്ത് സംഭവിക്കാറുണ്ട്? ക്രെറ്റനിസം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അയഡിൻ ഡെഫിഷ്യൻസി ആണ്. സത്യമാണ് അല്ലേ? അയഡിന്റെ അളവ് കുറയുമ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും പ്രഗ്നന്റ് ലേഡീസിൽ. അതിന്റെ ഫലമായിട്ട് ഫീറ്റസിൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ക്രെറ്റനിസം. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, തൈറോയ്ഡ് ഹോർമോൺ മെയിൻറ്റെയിൻസ് BMR. നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ഏതാ? തൈറോയ്ഡ് ഹോർമോൺ അല്ലേ? ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം അവിടെ ശരിയാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്ന ഓപ്ഷൻ അത് ഏതിനകത്താണ് ഉള്ളത്? ഓപ്ഷൻ എയിലാണ്. സോ എ ഓപ്ഷൻ നമ്മൾ റൈറ്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡ് ഓവറി പ്രൊഡ്യൂസേഴ്സ്. ഓവറി എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഓപ്ഷൻ എ 1 ovum ഈച്ച് മന്ത്, ഓപ്ഷൻ ബി പ്രൊജസ്റ്ററോൺ, ഓപ്ഷൻ സി ഈസ്ട്രജൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. മക്കളെ ഓവറി എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത്, ഇസ് ദ ഫീമെയിൽ ഗൊനാഡ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. 2 ഫംഗ്ഷനും അതിനുണ്ട്. ആർക്കാ? ഓവറിക്ക്. അപ്പോൾ അത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അത് ഫീമെയിൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ മാസവും. പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നീ 2 ഹോർമോൺസും അവർ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3ഉം അവിടെ കറക്റ്റ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം ഇവിടെ നിങ്ങൾ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യുക. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഹോർമോൺ ഓഫ് അഡ്രീനൽ മെഡുല്ല? താഴെ നൽകിയിരിക്കുന്നവയിൽ അഡ്രീനൽ മെഡുല്ലയുടെ ഹോർമോൺ ഏതാണ്? പ്രൊലാക്ടൻ, ACTH, കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ. ഒക്കെ അഡ്രീനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് നമ്മുടെ കാറ്റക്കോളമൈൻസ് എന്ന് നമ്മൾ കോമൺലി അറിയപ്പെടുന്നത്. കാറ്റക്കോളമൈൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും, അതായത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ആണ് അല്ലേ. അപ്പോൾ ബാക്കി ഹോർമോൺസ് ഇവിടെ തന്നിരിക്കുന്നത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും മെഡുല്ലയുടെ ഹോർമോൺസ് ഒന്നും തന്നിട്ടില്ല. ഒരൊറ്റ ഹോർമോൺ ഇവിടെ നൽകിയിട്ടുള്ളൂ, എപ്പിനെഫ്രിൻ. ദാറ്റ് ഈസ് എപ്പിനെഫ്രിൻ ആണ് മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ്. എൻഡോക്രൈൻ സിസ്റ്റം കമ്പോസ് ചെയ്തിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ്? അതാണല്ലോ ഇവിടുത്തെ ചോദ്യം. നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് ഓൺലി, മെയിൻലി എക്സോക്രൈൻ ആൻഡ് സം ഫോളിക്കുലർ ടിഷ്യൂ, endocrine glands and diffused tissue or cells in the body, all exocrine glands and some ductless glands. നമുക്കറിയാവുന്ന കാര്യമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഡക്ട്ലസ് ഗ്ലാൻഡ്സ് മാത്രമാണോ? അല്ല, അതിനകത്ത് എന്തോ ഉണ്ടാകും? എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ട ചില ടിഷ്യൂസും സെല്ലുകളൊക്കെ വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്തെടുക്കണം, ഓപ്ഷൻ സി എടുക്കുക. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ന്യൂറോ ഹൈപ്പോഫൈസിസ് റിലീസസ്. ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ ആൻഡ് പ്രൊലാക്റ്റിൻ, ബോത്ത് എ ആൻഡ് ബി. നമുക്കറിയാം ന്യൂറോ ഹൈപ്പോഫൈസിസ് വാസോപ്രസിനെ റിലീസ് ചെയ്യും, ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് മക്കളെ? ബോത്ത് എ ആൻഡ് ബി വരത്തില്ലേ?
അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാം, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പീനിയൽ ഗ്ലാൻഡ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ സെക്രീറ്റ്സ് മെലാറ്റോണിൻ. ഹ്യൂമൻ ബ്രെയിനകത്തുള്ള പീനിയൽ ഗ്ലാൻഡ് മെലാറ്റോണിനെ സെക്രീറ്റ് ചെയ്യും. അത് എന്തുമായി ബന്ധപ്പെട്ട് വരും? ആങ്കർ, മെയിൽ സെക്ഷൽ ബിഹേവിയർ, പ്യൂപ്പിൾ ഡയലേഷൻ, സ്ലീപ്പ് വേക്ക് സൈക്കിൾ. നമുക്കറിയാവുന്ന കാര്യമാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ബോഡിയിലെ 24 അവർ റിഥം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആള് പീനിയൽ ഗ്ലാൻഡ് ആണ്. കാരണം മെലാറ്റോണിൻ എന്ന ഹോർമോൺ അവർ സെക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നു നമുക്ക് പറയാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്തെടുക്കാം മക്കളെ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈപ്പോതലാമസ് ഈസ് ദ പാർട്ട് ഓഫ് ബ്രെയിൻ that contain many group of neurosecretory cells that produce hormones. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഭാഗമാണ്. അതിനകത്ത് ധാരാളം ന്യൂറോസെക്രീറ്ററി സെല്ലുകളുണ്ട്. അവ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യും. ശരിയാണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് ദീസ് സെൽസ് ആൻഡ് ദെയർ ഹോർമോൺ? അപ്പോൾ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഓക്കെ, താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇവരുടെ സെല്ലുകളെ കുറിച്ചും ഇവരുടെ ഹോർമോൺസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയാൻ പോവാം. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നോക്കാം, ഹൈപ്പോതലാമസിനെ കുറിച്ച് അവരെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ദേ പ്രൊഡ്യൂസ് റിലീസിംഗ് ഹോർമോൺസ് ഓൺലി ദാറ്റ് സ്റ്റിമുലേറ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. റിലീസിംഗ് ഹോർമോൺ മാത്രമാണോ തരുന്നേ? അല്ല, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ഇല്ലേ? അപ്പോൾ അത് തെറ്റാം. ദേ പ്രൊഡ്യൂസ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ഓൺലി ദാറ്റ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. ഇവർ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ മാത്രമേ തരുന്നുള്ളൂ. അങ്ങനെയാണോ റിലീസിംഗും ഇല്ലയോ? അപ്പോൾ ഇതും തെറ്റാം. അടുത്ത്, ദേ പ്രൊഡ്യൂസ് ബോത്ത് റിലീസിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. വഴിക്കുക, ശരിയാ അല്ലയോ? അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ശരിയാ. അതായത് നമ്മുടെ ഹൈപ്പോതലാമസ് എന്താണ്? റിലീസിങ് ഹോർമോണും അതോടൊപ്പം തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോണും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയാണ്. അടുത്ത, ദേ സെക്രീറ്റ് ഹോർമോൺസ് ദാറ്റ് ഡയറക്ട്ലി അഫക്ട് ടാർഗറ്റ് ഓർഗൻസ്. അങ്ങനെയാണോ? അല്ല. അപ്പോൾ നമുക്ക് കൊടുത്ത കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്തെടുക്കാം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത്. Adrenal cortex has been divided into dash layer. അഡ്രീനൽ കോർട്ടെക്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്. പാർട്ടല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, 2 പാർട്ടുണ്ട്. അത് നിങ്ങൾക്ക് അഡ്രീനൽ ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 പ്രധാനപ്പെട്ട പാർട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? കോർട്ടെക്സും ഉണ്ട്, മെഡില്ലേ ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? കോർട്ടെക്സിന്റെ ലെയറുകളുടെ പേരാണ് അല്ലേ. അപ്പോൾ കോർട്ടെക്സിന്റെ ലെയർ എന്ന് പറയുമ്പോഴത്തേനും അവിടെ 3 ലെയറാണ് വരുന്നത്. സോണ റെട്ടിക്കുലാരിസ്, സോണ ഗ്ലോമറുലോസ, സോണ വെസിക്കുലേറ്റ എന്നൊക്കെ പറയുന്ന 3 ലെയർ വരും. അപ്പോൾ കോർട്ടെക്സിന് എത്ര ലെയർ ഉണ്ടെന്നല്ലേ ചോദിച്ചേ മക്കളെ. അപ്പോൾ എത്ര ലെയർ ഉണ്ട്? 3 ലെയർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫങ്ഷൻസ് ഓഫ് തൈറോക്സിൻ ആൻഡ് ട്രൈഅയോഡോതൈറോണിൻ? താഴെ നൽകിയിരിക്കുന്നവയിൽ എന്താണ് തൈറോക്സിന്റെയും ട്രൈഅയോഡോ-3യുടെയും ഫങ്ഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഉണ്ട്. ദേ കൺട്രോൾ ദ മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. പ്രോട്ടീൻസിന്റെയും ഫാറ്റിന്റെയും മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നു. രണ്ടാമത്, ദേ ഇൻഫ്ലുവൻസ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ അവർ കൺട്രോൾ ചെയ്യുന്നു. അടുത്തത്, ദേ റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണത്? BMR അല്ലേ. അവരെന്ത് ചെയ്യുന്നു? BMRനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ കൺട്രോൾ ദ മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. അത് ശരിയാണ് അല്ലേ. ദേ ഇൻഫ്ലുവൻസ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആണോ? അല്ല. ദേ റെഗുലേറ്റ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ്. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് എനിക്ക് ശരിയായി കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എയിൽ 1ഉം 3ഉം ഉള്ളിന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആൻസർ കിട്ടിയല്ലേ. ഓപ്ഷൻ എ ആണ് അപ്പോൾ റൈറ്റ് ആൻസർ. 1, 2, 3, 2, 3, 1, 2, 3. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാടാ? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ് ഇവിടുത്തെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടിയത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹോർമോൺ ദാറ്റ് കോസസ് ദ മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ ബ്രസ്റ്റ് വെൻ ദ ബേബി ബിഗിൻസ് ടു സക്ക്. അതായത് മിൽക്ക് ഇജക്ഷന് സഹായിക്കുന്ന, അതായത് കുഞ്ഞ് മിൽക്കിന് വേണ്ടി ലാക്ടേഷൻ നടക്കുന്ന സമയത്ത് മിൽക്ക് സക്ക് ചെയ്യില്ലേ കുഞ്ഞ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിൽക്ക് ഇജക്ഷൻ നടത്തണമല്ലോ അവിടെ. അപ്പൊ അതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ പ്രൊലാക്റ്റിൻ, ഓപ്ഷൻ ബി ഓക്സിറ്റോസിൻ, ഓപ്ഷൻ സി പ്രൊജസ്റ്റിറോൺ, ഓപ്ഷൻ ഡി ഈസ്ട്രോജൻ അല്ലേ. അപ്പൊ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണെന്ന് വെച്ചാൽ മക്കളെ ഓപ്ഷൻ ബി ഓക്സിറ്റോസിൻ ആണ്. ആക്ച്വലി ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് റിലീസിങ് ഹോർമോൺ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓക്സിറ്റോസിൻ ആണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്,
Hormones are non-nutrient chemicals which act as dash messengers and are produced in trace hormones. അപ്പോൾ നമുക്കറിയാം ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കലുകളാണ്. അവർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ടാണോ, ഇൻട്രാ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ടാണോ, എക്സ്ട്രാ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ടാണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ പഠിക്കുന്ന ഹോർമോൺസിന്റെ ഡെഫിനിഷൻ അവർ ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഹോർമോൺ ദാറ്റ് സ്റ്റിമുലേറ്റ്സ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബൈ ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ഓഫ് കിഡ്നി. അതായത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് കിഡ്നിയുടെ ഡിസ്റ്റൽ ട്യൂബ്യൂളുകളിൽ നിന്ന് വാട്ടറിനെയും ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ വലിച്ചെടുക്കാനായിട്ട്, റീഅബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ, മെലാറ്റോണിൻ. മക്കളെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ വാസോപ്രസിൻ അഥവാ ADH ആണ് അല്ലേ? നമ്മൾ ഒരുപാട് തവണ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പം ഒത്തിരിയും തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പഠിക്കണം അത്. അപ്പോൾ ചിന്തിച്ച് വെച്ചേക്കാം, ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സിന് സഹായിക്കുന്നത് ആരാണ്? ADH അഥവാ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആർ സെക്രീറ്റഡ് ബൈ. ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതാരാണ്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ് അല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് കാറ്റക്കോൾ അമൈനുകൾ അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അതോ അല്ലെങ്കിൽ എമർജൻസി ഹോർമോണുകൾ എന്നൊക്കെ പറയുന്നത്. ഇവരെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. അഡ്രീനൽ മെഡുല്ല, അഡ്രീനൽ കോർട്ടെക്സ്, പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്ലാൻഡ്. അറിയാവുന്ന കാര്യമാണ്. അഡ്രീനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇവര്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ മക്കളെ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ.